Hello friends, welcome back to my channel. This is Musfir. Learn English with Dare to Speak. ഇന്നത്തെ വീഡിയോയിലൂടെ നാം നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് പ്രിപ്പോസിഷൻസ് ഓഫ് ഡയറക്ഷൻസ് അഥവാ പൊസിഷൻ എന്നതിനെ കുറിച്ചാണ്. ഓൺ എന്ന പ്രിപ്പോസിഷൻ നാം ഉപയോഗിക്കാറ് ഒരു വസ്തുവിൻ്റെ മുകളിൽ എന്ന അർത്ഥം കിട്ടുവാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, ദി കേക്ക് ഈസ് ഓൺ ദി ടേബിൾ. അണ്ടർ, ബിലോ എന്ന അർത്ഥത്തിനേക്കാണ് അണ്ടർ ഉപയോഗിക്കാറ്. ദി കാർ ഈസ് അണ്ടർ ദി ഫ്ലാറ്റ്. നെക്സ്റ്റ് ടു എന്ന പ്രിപ്പോസിഷൻ ക്ലോസ് ടു, ബിസൈഡ്, തൊട്ടടുത്ത് എന്ന അർത്ഥം കിട്ടുവാൻ വേണ്ടി ഉപയോഗിക്കൂ. രാജു സ്റ്റുഡ് നെക്സ്റ്റ് ടു രാമു. മൈ റൂം ഈസ് ക്ലോസ് ടു ഹിസ് അപ്പാർട്ട്മെൻറ്റ്. അബോവ്, മൈ ക്യാപ് ഈസ് അബോവ് ദി ടേബിൾ. ഇൻ ഫ്രണ്ട് ഓഫ്, ഒരു വസ്തുവിന് മുൻപിൽ എന്ന അർത്ഥം ലഭിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പ്രിപ്പോസിഷൻ. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് സ്കൂൾ. ബിഹൈൻഡ്, പിറകിൽ. ദി ഹോഴ്സ് ഫെൽ ബിഹൈൻഡ് ദി റൈസ്. ബിറ്റ്വീൻ, എമംഗ്. ബിറ്റ്വീൻ എന്നത് രണ്ട് വസ്തുവിനിടയിൽ എന്നതിനേക്കാണ് ഉപയോഗിക്കാറ്. എന്നാൽ എമംഗ് ഒരുപാട് വസ്തുക്കൾക്ക് ഇടയിൽ എന്ന അർത്ഥത്തിന് വേണ്ടിയാണ് വരിക. There is a pen between two benches. Among, the girl quickly disappeared among the crowd. Around, ഒരു വസ്തുവിന് ചുറ്റും എന്ന അർത്ഥത്തിനേക്കാണ് അറൗണ്ട് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. Earth revolves around the sun. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.